മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. പാലരുവി എക്സ്പ്രസിൽ ഇന്നലെ രാത്രി 12:30 ഒരു പിഞ്ചുകുഞ്ഞിനെ ഏൽക്കേണ്ടി വന്ന ഒരു ക്രൂരതയാണ്. കൊട്ടാരക്കരയിൽ നിന്നും കയറിയ ഒരു യുവതി അമ്മയോടൊപ്പം കയറിയതാണ്. തിരുനെൽവേലിയിലേക്ക് യാത്ര ചെയ്യാനായി കയറിയതാണ്. അപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാള്, രാത്രി എല്ലാവരും ഉറക്കച്ചടവിലാണ്, എല്ലാവരും ഉറങ്ങുകയാണ്. അവരുടെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാള് അവർ ഉറങ്ങി തുടങ്ങിയ സമയത്ത് അവരുടെ കാലിൽ ടച്ച് ചെയ്ത് 2 പ്രാവശ്യം ശല്യപ്പെടുത്തി. ആദ്യം ടച്ച് ചെയ്തപ്പോൾ അവർ അറിയാതെ പറ്റിയെന്നുള്ള രീതിയിൽ അവർ മൈൻഡ് ചെയ്തില്ല. വീണ്ടും വീണ്ടും ടച്ച് ചെയ്തപ്പോൾ അവർ പ്രതികരിച്ചു. അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഇവർക്ക് അയാളെ ഒരു പന്തികേട് തോന്നി. ഇയാള് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ചെയ്യുന്നൊരു പ്രശ്നം ഇതേ കാര്യം ആവർത്തിക്കുന്നൊരു പന്തികേട് തോന്നിയപ്പോൾ അവർ ഇയാളെ ഫോളോ ചെയ്തു. അപ്പോൾ ഇയാൾ അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു. കുറച്ച് അവർ ഇവരെ ഫോളോ ചെയ്തപ്പോൾ ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ താഴെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങിയായിരുന്നു ഒരു പെൺകുട്ടി, 6 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ഇയാള് ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാളുടെ മടിയിൽ കിടത്തി പുതപ്പുകൊണ്ട് മൂടി. എന്ന് പറഞ്ഞാൽ മക്കളെ ഉറക്കുന്ന ഒരു സെറ്റപ്പ്. പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മോളെ അയാൾ ഉറക്കുന്ന പോലെ തോന്നുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇത് മനസ്സിലായി, ഇത് ഇയാളുടെ മകളല്ലെന്ന്. അപ്പോൾ പെൺകുട്ടി ഇത് നൈസായിട്ട് വീഡിയോ എടുത്തു. വീഡിയോ എടുത്തൊരു തെളിവിന് വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം നേരെ വന്ന് ഇയാളുടെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയും ആ കുട്ടിയെ അവിടുന്ന് എഴുന്നേൽപ്പോഴാണ് കുട്ടി നല്ല ഉറക്കത്തിലാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഉണർന്നു. എല്ലാവരും എന്താ കാര്യം തിരക്കി. എല്ലാവരും വന്നപ്പോൾ പുള്ളിക്കാരി വീഡിയോ കാണിച്ചു ആൾക്കാരെ എല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഉടനെ തന്നെ റെയിൽവേ പോലീസിൽ അറിയിക്കുകയും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അയാളെ പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയുടെ വളരെ കരുതലോടുകൂടിയ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയ ഒരു നീക്കത്തിലൂടെയാണ് ഇങ്ങനെ ഒരു ക്രൂരത പൊളിക്കാനും കൈയോടെ പിടികൂടാനും ആ പെൺകുട്ടിയെ രക്ഷിക്കാനും സാധിച്ചത്. അപ്പൊ ഇത് കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു സംഭവമാണിത്. ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനും പരിസരത്തുമായിട്ട് ഇങ്ങനെയുള്ള പല ആൾക്കാരും എപ്പോഴും കറങ്ങി നടക്കും. അവര് ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുക്കില്ല. അവരിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കറങ്ങി നടക്കുക, അവിടെ കിടന്നുറങ്ങും. ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ട്രെയിനിൽ ചാടി കയറും. അവസരം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ പൈശാചികമായ വൃത്തികേടുകൾ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഇടക്കിടക്ക് നമ്മൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഇങ്ങനെ ഇവരൊന്നും ഈ സ്ഥലത്തൊന്നുള്ള ആൾക്കാരായിരിക്കില്ല. ഇവര് എവിടുന്നോ ട്രെയിൻ കയറി എവിടെയൊക്കെ വന്നിറങ്ങും. അവർ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുകയും ഇങ്ങനെ തിരക്ക് കുറഞ്ഞതോ ഇങ്ങനെ രാത്രി ആൾക്കാർ മയക്കം പിടിക്കുന്ന സമയത്ത് ആൾക്കാർ മയക്കമാകുന്ന ആ സമയത്തൊക്കെ ട്രെയിനിൽ കയറി ഒന്നെങ്കിൽ മോഷണം നടത്തും, അല്ലെങ്കിൽ ഇതേപോലെ സ്ത്രീകള് ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ശല്യപ്പെടുത്തുക. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളെ കാണിക്കുക, ബാത്റൂമിന്റെ സൈഡിൽ കിടന്നുറങ്ങുക, ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ സംശയാസ്പദമായും അറപ്പ് ഉളവാക്കുന്ന രീതിയിലുമൊക്കെ ആൾക്കാരോട് ബിഹേവ് ചെയ്ത് ആ ഡോറിന്റെ ഒക്കെ സൈഡിൽ വന്ന് കിടക്കുകയും ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മാറ്റം വരുത്തണം എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെട്രോ സ്റ്റേഷന് പോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ടിക്കറ്റ് എടുക്കുന്നവ മാത്രം പ്ലാറ്റ്ഫോമിൽ എത്താവുള്ളൂ. ആ രീതിയിലേക്ക് റെയിൽവേ സ്റ്റേഷനുകൾ പൊളിച്ചു പണിയണം. റെയിൽവേ സ്റ്റേഷനുകൾക്ക് അതിർത്തി ഉണ്ടാകണം. പുറത്തുനിന്ന് ഒരാൾക്കോ സൈഡിൽ നിന്ന് ഒരാൾക്കോ ഒക്കെ നാട്ടുകാരുൾപ്പെടെ ഉള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരാനുള്ളൊരു അവസരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴും യാത്രക്കാരെ അനുഗമിച്ച് വരുന്ന അവരുടെ റിലേറ്റീവ്സ്, യാത്രക്കാരെ ആക്കാൻ വരുന്നവർക്കൊക്കെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. പലരും അത് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒരു ചെക്കിങ് വന്നാൽ മാത്രമേ അതിനൊരു പ്രശ്നം ഉണ്ടാകാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള രീതികൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് കൃത്യമായ അതിർത്തികൾ ഉണ്ടാകണം. പുറത്തുനിന്ന് ഒരാൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ളൊരു അവസരം ഉണ്ടാകരുത്. നമ്മുടെ മെട്രോ സ്റ്റേഷനുകൾ പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കവറിങ് റെയിൽവേ സ്റ്റേഷനിലും വരണം. ടിക്കറ്റ് എടുക്കുന്നവർ മാത്രം അകത്ത് കയറുന്ന ഒരു സിസ്റ്റം എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റ് എടുക്കാതെ ഇങ്ങനെ
ക്രിമിനൽ സ്വഭാവത്തോടു കൂടി റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി തോന്നുന്ന ട്രെയിനിൽ കയറി ഇങ്ങനെയുള്ള ക്രിമിനൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഏക പരിഹാരം അതാണെന്നാണ് തോന്നുന്നത്. നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുമുട്ടിയിട്ടുള്ളവരായിരിക്കും. നമ്മൾ സ്വന്തം കാര്യം നോക്കി പോകുന്നു. ഇങ്ങനെയുള്ള അവസരം കിട്ടുമ്പോൾ അവരുടെ ക്രിമിനൽ സ്വഭാവം പുറത്തെടുക്കും. ഇപ്പൊ ഏതായാലും ആ ഒരു വീണ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. പുള്ളിക്കാരുടെ ധീരമായ ഒരു പ്രവർത്തനം എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സമൂഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ഇത് എല്ലാ സ്ഥലത്തും പോലീസിന് ഇതുപോലുള്ള സിറ്റുവേഷൻ ഓടിയെത്തണമെന്നില്ല, പോലീസിന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. ആ ഒരു ധൈര്യത്തിൽ തന്നെ ആയിരിക്കും പുള്ളി ഈ വൃത്തികേട് ചെയ്തത്. ജാഗരൂകരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏക പോംവഴി.